മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരി സന്തോഷത്തോടുകൂടെ ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും ഈ പ്രഭാത വിരുന്നിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. മനോഹരമായൊരു പ്രഭാതം നൽകി ദൈവം ഇന്ന് നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഈ ദിവസം നമുക്ക് ചവറപ്പിതാവിൻ്റെ ഒരു വചനം കേട്ടുകൊണ്ട് തുടങ്ങാം. ചവറപ്പിതാവ് പറയുകയാണ്, അന്യൻ ഒരു നന്മയെങ്കിലും ചെയ്യാത്ത ദിവസം നിൻ്റെ ആയുസ്സിലുണ്ടാകരുത്. അന്യന് ഒരു നന്മയെങ്കിലും ചെയ്യാത്ത ദിവസം ആയുസ്സിൽ ഉണ്ടാകരുത്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ദിവസം നമുക്ക് നന്മ ചെയ്യുവാനായിട്ടുള്ള കൃപ അത് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രഭാത വിരുന്നിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് മനോഹരമായൊരു പ്രഭാതം ഒരുക്കി വച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്ദിയോടെ സ്വീകരിച്ചുകൊണ്ട് ഈ ദിവസത്തെ നമുക്ക് നന്മയ്ക്കായിട്ട് മാറ്റിവെക്കാം. നമുക്കറിയാം, സുഭാഷിതങ്ങളിലേക്ക് പോകുമ്പോൾ 3-ാം അധ്യായം 27-ാം വാക്യം പറയുകയാണ്, നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് ലഭിക്കുവാൻ അർഹതയുള്ളവർക്ക് നീ നിഷേധിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ദിവസം ആരംഭിക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് ആവുന്ന നന്മ ആർക്കെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുമെന്നുള്ളൊരു തീരുമാനത്തോടു കൂടെ ഈ പ്രഭാതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ പ്രഭാതം നമുക്ക് സമർപ്പിക്കാം. ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും പരിശുദ്ധ അമ്മ വഴി ദൈവത്തിന് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നിയോഗമായിട്ട് നമുക്ക് നന്മ ചെയ്യാനുള്ളൊരു കൃപ നമുക്ക് ലഭിക്കുവാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കാം. ആവുന്ന നന്മ അത് അർഹിക്കുന്നവർ കൊടുക്കുവാനുള്ളൊരു അഭിഷേകം ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ലഭിക്കുവാനായിട്ട് അത് നിയോഗമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം ശ്രവിക്കുവാനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാനായിട്ട്, നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ പതിയുവാനായിട്ട്, അതിൻ്റെ ശക്തി നമ്മിൽ പ്രസരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനോട് കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് തിരുവചനം ശ്രവിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി.
പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വചനം ആരംഭിക്കുന്നത് തന്നെ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് മാലാഖ മാതാവിനെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയാണ്. കൃപ നിറഞ്ഞവളെ സ്വസ്തി. പരിശുദ്ധ അമ്മ കൃപയാൽ നിറഞ്ഞവൾ. ഈ കൃപയാൽ നമ്മൾ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയുമ്പോൾ നമ്മിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതം പരിശുദ്ധ അമ്മയെ അറിയിക്കുമ്പോൾ, സാധാരണ ഏതൊരു വ്യക്തിയെയും പോലെ പരിശുദ്ധ അമ്മയും അസ്വസ്ഥയാകുകയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് ഭയപ്പെടുകയാണ്. സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും പരിശുദ്ധ അമ്മയിൽ നിറയുകയാണ്. അസ്വസ്ഥമാകുന്നു. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് മറിയത്തെ നയിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവം വെളിപ്പെടുത്തി തരികയാണ്, ഇത് ദൈവഹിതമാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ളൊരു കൃപ നമുക്ക് ലഭിക്കും. സ്വാഭാവികമായിട്ട് നമ്മൾ പതറിപ്പോകും, അസ്വസ്ഥമാകും. എന്നാൽ ഇതിൻ്റെ പിന്നിലൊരു ദൈവകരമുണ്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. തുടർന്നാണ് പരിശുദ്ധ അമ്മ അറിയുക, എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭിണിയായിരിക്കുകയാണ്. ഉടനെ തന്നെ ആ പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുകയാണ്. ആ സമയത്ത് ആ എലിസബത്തിന് സഹായം ആവശ്യമാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ നമ്മിൽ വരുന്ന മാറ്റം. ഇതാണ് മറ്റുള്ളവരുടെ ആവശ്യം കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. വചനം പറയുകയാണ്, തിടുക്കത്തിൽ പരിശുദ്ധ അമ്മ മലമ്പ്രദേശത്തിലൂടെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയി. തിടുക്കത്തിൽ പോവുകയാണ്. ഈ തിടുക്കം നമുക്ക് ലഭിക്കുന്നത്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ട് പെരുമാറുവാനുള്ള തിടുക്കം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോഴാണ്. എന്നിട്ടോ ഈ അമ്മ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, ആ സാന്നിധ്യം കൊണ്ട് തന്നെ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. ആ ഉദരത്തിലുള്ള ശിശു പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. ഉദ്ഘോഷിക്കുകയാണ്, ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുവരെ രഹസ്യമായിട്ട് ജീവിച്ചിരുന്ന എലിസബത്ത്, 5 മാസം വരെ അവൾ ആരോടും പറയാതെ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരുന്ന ആ ഗർഭസ്ഥാവസ്ഥ, ഈ പരിശുദ്ധാത്മ ചെന്നു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പിന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തുതിച്ച് പാടുകയാണ്, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമുക്കൊക്കെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് പെരുമാറാനുള്ളൊരു കൃപ നമുക്ക് ലഭിക്കും. ഇതാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന. ഇതാണ് ചവറപ്പിതാവ് പറഞ്ഞു, നിൻ്റെ ആയുസ്സിൽ അന്യർക്ക് നന്മ ചെയ്യാത്തൊരു ദിവസം ഉണ്ടാകരുത്. സുഭാഷിതങ്ങളിൽ നമ്മൾ കണ്ടു, നമുക്കാവുന്ന നന്മ അത് അർഹിക്കുന്ന വ്യക്തിക്ക് നമ്മൾ കൊടുക്കാതിരിക്കരുത്, അത് തടയരുതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഇന്നത്തെ ദിവസം ദൈവം എനിക്ക് ദാനമായി നൽകിയതാണ്, നന്മ ചെയ്യുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് നമുക്കാവുന്ന വിധത്തിൽ നന്മ ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവരുടെ ജീവിതം അല്പം കൂടി ഒന്ന് സന്തോഷകരമാക്കുവാൻ വേണ്ടി നമുക്ക് ദൈവം കൃപ നൽകട്ടെ. പരിശുദ്ധ അമ്മയെപ്പോലെ മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് തിടുക്കത്തിൽ ചെന്ന് നമ്മുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ ജീവിതം കൂടുതൽ മധുരമുള്ളതാക്കി മാറ്റുവാനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനം ജീവിക്കുവാൻ വേണ്ടി ഈശോ നമ്മെ ഇന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, നമ്മുടെ സ്വാർത്ഥത മാറിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ളൊരു ദാഹം നമ്മിൽ ജനിക്കുകയാണ്. എപ്പോൾ നമ്മിൽ പരിശുദ്ധാത്മാവ് ഇല്ലാതെ വരുന്നു, അപ്പോൾ നമ്മിലേക്ക് തന്നെ നമ്മുടെ കണ്ണുകൾ നിറയുകയാണ്. എൻ്റെ ആവശ്യം, എൻ്റെ സുഖം, മറ്റുള്ളവർ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. ഇവിടെയാണ് നമ്മുടെ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥനയുടെ ഒരാഴം മനസ്സിലാക്കുക. സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും എനിക്ക് ശക്തി നൽകണമേ. ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിക്കുക,
നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണം, മറ്റുള്ളവരെന്നെ മനസ്സിലാക്കണം, മറ്റുള്ളവരെന്നെ അംഗീകരിക്കണം. ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളാണ്. പക്ഷേ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിക്കുകയാണ്, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും എനിക്ക് കൃപ തരണം. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഈ പ്രവൃത്തി, നമ്മൾ വചനത്തിൽ കേട്ട ഈ ഒരു പ്രവൃത്തി, തിടുക്കത്തിൽ മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് ഓടിപ്പോകുന്ന ആ ഒരു കൃപ, ചാവറപ്പിതാവിൻ്റെ ആ വാക്കുകൾ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള ഒരു ദാഹം നമുക്ക് ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ. സുഭാഷിതങ്ങൾ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് ലഭിക്കുവാൻ അർഹതയുള്ളവർക്ക് നീ നിഷേധിക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും ഈ വചനം പറയുന്നത് വചനം നമ്മുടെ ഹൃദയത്തിൽ പതിക്കാൻ വേണ്ടിയാണ്. നല്ലൊരു ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ത്രിത്വേക ദൈവത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പ് പിതാവിനോടും സ്വർഗത്തിലെ സകല വിശുദ്ധരോടും നമ്മുടെ എല്ലാ മധ്യസ്ഥരോടും, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥരായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ, നമ്മുടെ ഓരോരുത്തരുടെയും പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധ എല്ലാ സ്വർഗവാസികളോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ ശക്തി നമ്മിൽ വരുവാനായിട്ട്, നന്മ ചെയ്യുവാനുള്ള അഭിഷേകം, പക്ഷേ അമ്മയെപ്പോലെ മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് പെരുമാറുന്ന കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഈ ദിവസത്തെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളിൽ മാംസം ധരിക്കണമേ. നന്മ ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ത്രിത്വേക ദൈവമേ, ഞങ്ങൾ ലോകത്തുള്ള സകല മിഷണറിമാരെ സമർപ്പിക്കാൻ, പ്രത്യേകിച്ച് ഈ ഒരു വചനം ലോകത്തുള്ള സകലർക്കും എത്തിച്ചേരുവാനായിട്ട് അങ്ങ് ഉപകരണമാക്കിയിരിക്കുന്ന ഗുഡ്നസ് ടിവിയെ, അതുപോലെ തന്നെ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിനെ, ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരിയൻ കൂടാരങ്ങളിൽ ഇരുന്നു കൊണ്ട് മധ്യസ്ഥ അപേക്ഷിക്കുന്ന എല്ലാവരെയും നന്ദിയോടുകൂടെ ദൈവമേ ഞങ്ങളുടെ കരങ്ങളിലേക്ക് അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ പങ്കാളിത്തമായിട്ട് ഈ ഒരു സ്വർഗീയമായിട്ടുള്ള ഈ വിരുന്ന്, ഈ പ്രഭാത വിരുന്ന് അനേകർക്ക് ആശ്വാസമാകുവാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് സാധിക്കുമെങ്കിൽ ഒരു ജപമാല ചൊല്ലി നമുക്ക് സമർപ്പിച്ച് ഈ ഒരു മിഷൻ്റെ വിജയത്തിനായിട്ട്, ഈ വചനം ലോകമെമ്പാടും എത്തിച്ചേരുവാൻ അധ്വാനിക്കുന്ന എല്ലാവർക്കും കൃപ നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം സാധിക്കുമെങ്കിൽ എല്ലാവരും തന്നെ ഒരു ജപമാല ഇതോട് ചേർന്ന് അർപ്പിച്ച് നമുക്ക് ഈ മിഷനിൽ പങ്കുചേരാം. ഈ പ്രാർത്ഥനകളെല്ലാം നമുക്ക് പരിശുദ്ധ അമ്മ വഴി കർത്താവായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ അകന്നിരിക്കാൻ വയ്യ
ഹൃദയം തുടിക്കുന്നു. നിത്യത മാത്രമാണെന്ന ഭയം. തിരുവോസ്തിയായൻ ഹൃദയത്തിൽ വാഴുവാൻ വെമ്പുന്ന സ്നേഹമേ ആരാധന. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ. പകുത്തുവെക്കാനിനി ഒന്നുമില്ല, പങ്കിട്ടു നൽകുവാനൊന്നുമില്ല. അവസാന തുള്ളി രക്തവും ചിന്തി നീ, അവസാന തുള്ളി രക്തവും ചിന്തി നീ എൻ പാപശിക്ഷകൾ ഏറ്റെടുത്തു. യേശുവേ എൻ രക്ഷകാ, അങ്ങെപ്പോലീ ഭൂവിൽ വേറെ ആരുമില്ല പ്രഭോ. അങ്ങാണെൻ ജീവിതത്തിൻ ആത്മരക്ഷ. തുറന്നു വയ്ക്കും എൻ്റെ ഹൃദയമിതും, അങ്ങേക്കു വാഴുവാൻ യോഗ്യമല്ല. മമ ശ്വാസം പോലും നിർമ്മലമായിടും, മമ ശ്വാസം പോലും നിർമ്മലമായിടും. തിരുമാംസരക്തമൊന്ന് രുചിച്ചിടുകിൽ. യേശുവേ എൻ രക്ഷകാ, അങ്ങെപ്പോലീ ഭൂവിൽ വേറെ ആരുമില്ല പ്രഭോ. അങ്ങാണെൻ ആത്മഭോജ്യം ജീവനുമേ. ഒരു മാത്ര പോലും വയ്യന്റെ ദൈവമേ, ആ സ്നേഹമെൻ പേർക്കായി പെയ്തിടുമ്പോൾ. അകന്നിരിക്കാൻ വയ്യ, ഹൃദയം തുടിക്കുന്നു. നിത്യത മാത്രമാണെന്ന ഭയം. തിരുവോസ്തിയായൻ ഹൃദയത്തിൽ വാഴുവാൻ വെമ്പുന്ന സ്നേഹമേ ആരാധന. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് പരിശുദ്ധ മാർപ്പാപ്പയോടും സകല മെത്രാന്മാരോടും എല്ലാ വൈദികരോടും എല്ലാ സമർപ്പിതരോടും ലോകമെമ്പാടും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രേക്ഷിതരോടും ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.